ചിലവർക്ക് ഇടയ്ക്ക് വേണം. അപ്പം ആനിവേഴ്സറിക്കാരനായിരിക്കണത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ 20th വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം 1-2 ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവർ ഓൺ ദ വേയിലാണ്. അപ്പം നമ്മൾ അടുക്കളയിലാണ് കേട്ടോ. അപ്പം ഏകദേശം പണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ചിക്കനൊക്കെ ഇതാ ഏകദേശം വെന്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതാ ഇതിലുണ്ട് കേട്ടോ. അപ്പം നമുക്കത് തട്ടി കൊടുക്കാനേ ഉള്ളൂ. അതൊന്ന് വെള്ളം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് അവർ കൊണ്ടുവന്ന കേക്കാട്ടോ, എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം കേക്ക് സ്റ്റുഡിയോ എന്നാട്ടോ അവർ വാങ്ങിച്ചത്. കൊണ്ടോട്ടതിൻ്റെ ബ്രാഞ്ചുണ്ട്. അപ്പം അടിപൊളി കേക്കായിരുന്നു. അത് ചേച്ചി ഇതാക്കിക്കോളൂ. അല്ല, ഇത് സൗണ്ട് ഒക്കെ നിങ്ങളെ ഇതിലുണ്ടാവോ? വിജയ കത്തൂല്ലേ? കത്തി കൈ പിടിച്ചോളിട്ടോ. മറ്റത് അങ്ങനെയൊക്കെ പറഞ്ഞത് കേക്കിലേക്ക് എണ്ണ വീഴും. ഇത് ഈ ഭാഗല്ലേ? ഈശ്വര, അത് അതിനത്ര അത് ഇതാക്കണോ? അതിനെന്തോ ഒരു പൊടി പോകുന്നില്ലേ നമ്മള് തുറന്നപ്പോ? അതാണോ? അവിടെയാ? അതല്ലേ മരുന്ന് പറയുന്നത്? ഇത് കൈ പിടിക്കുന്ന സാധനമാക്കിട്ടോ കേക്കിൽ വെക്കുന്ന പൊടി പോണേ. ഒരു ഫോട്ടോ എടുക്കണം ആദ്യം. ആദ്യം ഹാപ്പി ആനിവേഴ്സറി. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. അപ്പം ഒന്ന് അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. ഗസ്റ്റ് വരുന്നതല്ലെന്ന് വിചാരിച്ച് അപ്പം ഞാനിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെങ്കിലല്ലേ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കണം. നമുക്കത് വിളമ്പാൻ സമയമായിട്ടുണ്ടായിരുന്നു. കിട്ടിയ ചാൻസ് എടുക്കുകയാണല്ലോ. അതെ, അപ്പൊ ഞങ്ങളിന്ന് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് കേട്ടാ. അപ്പൊ എല്ലാരും ഒരു ഹായ് പറയും. ഹാപ്പി ആനിവേഴ്സറി. ചിലവർക്ക്
സംസാരിച്ചോ ഉണ്ടാവും. ഇടയ്ക്ക് വേണം. അപ്പം ആനിവേഴ്സറിക്കാരനായിരിക്കണത്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കാണട്ടാ.